പിശാജ് ഇബിലീസ് എന്ന് പറയുന്ന ഒരുത്തനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും അവൻ രാവും പകലുമില്ലാതെ നമ്മളെ വഴികേടത്തരത്തിലേക്ക്, ദുർമാർഗത്തിലേക്ക്, മോശത്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി, നമ്മളെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മളെ നിരന്തരമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ വിഷയത്തിൽ നമ്മൾ വളരെ ജാഗ്രത കുറവുള്ളവരാണ് സമുദായം മൊത്തത്തിൽ എന്ന് ഓരോരുത്തരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും ഒക്കെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാഹു തആല പറയുന്ന ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ, പിശാച് നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവ്വ, അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ജാഗ്രതയോടുകൂടെ ആ ശാസ്ത്രവത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ, ആ ശത്രുവിനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കെണിവലകളിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി നമ്മളോട് ആഹ്വാനം ചെയ്യും. അവനാവട്ടെ അള്ളാഹുവിൻ്റെ തിരുദാത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചവനാണ്, ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, ഈ ആദമ കാരണമാണ്, ഈ മനുഷ്യൻ കാരണമാണ് നീ എൻ്റെ സ്ഥാനം കളഞ്ഞതും മലക്കുകൾക്ക് ഇമാം നിൽക്കുന്ന എൻ്റെ ഈ അവസ്ഥയിൽ നിന്ദ്യതയിലേക്ക് എന്നെ ആട്ടിപ്പായിപ്പിച്ചതുമൊക്കെ ഈ മനുഷ്യൻ കാരണമാണ്. അതുകൊണ്ട് ഈ മനുഷ്യരെ നന്നാവാൻ ഞാൻ അനുവദിക്കില്ല. ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ മാർഗത്തിലേക്ക്, നേരായ മാർഗത്തിലേക്ക് ആളുകൾ കടന്നു വരുന്ന എല്ലാ മേഖലകളിലും, എല്ലാ വഴികളിലും സിറാത്തക്കൽ മുസ്തഖീം, ചൊവ്വായ ഋജുവായ മാർഗങ്ങളിലൊക്കെ ഞാൻ ഈ ആളുകളെ കാത്തിരിക്കും. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗത്തു കൂടെയും പിൻഭാഗത്തു കൂടെയും വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തു കൂടെയും ഒക്കെ ഞാൻ അവരെ പഴപ്പിക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ, അവരിൽ അധിക ആളുകളെയും നിനക്ക് നേർമാർഗം കിട്ടിയവരായിട്ട്, നിനക്ക് നന്ദി ചെയ്യുന്നവരായിട്ട് നിനക്ക് കിട്ടൂല എന്ന് പ്രഖ്യാപിച്ചവനാണ് അള്ളാഹുവിൻ്റെ കഠിന വിരോധിയായ ഈ ഇബ്ലീസ്. അപ്പോൾ ബഹുഭൂരിഭാഗം ആളുകളെയും അവൻ പഴപ്പിക്കും. ഇത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കുറച്ച് ആളുകളെ മാത്രമേ ആ ഇബ്ലീസിൻ്റെ കെണിവലയിൽ പെടാതെ, ഇബ്ലീസിൻ്റെ ചതിയിൽ പെടാതെ രക്ഷപ്പെടുക വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവനാവട്ടെ ഇന്നഹും യറാക്കും ഹുവ വ ഖബീലുഹു, ആ ഇബ്ലീസും അവൻ്റെ അനുയായികളായ പിശാചുക്കളും നിങ്ങളെ കാണുന്നുണ്ട്. മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ അവരെയൊട്ട് കാണുകയുമില്ല. ഇബ്ലീസിനെ നമ്മൾ കാണുന്നില്ല. ഇബ്ലീസിന്റെ അനുയായികളായ ശൈത്താന്മാരെ, പിശാചുക്കളെ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇബ്ലീസും അവൻ്റെ അനുയായികളും നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്, നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ അവരിടപെടുന്നുണ്ട്. ഇന്നത് എന്നില്ല. നമ്മൾ വിസ്മി അല്ലാതിരുന്നാൽ നമ്മുടെ കൂടെ അവൻ ഭക്ഷണം കഴിക്കും. നമ്മൾ വിസ്മി അല്ലാതെ സംയോഗത്തിലേർപ്പെട്ടാൽ നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന സന്താനങ്ങളിൽ അവൻ ആധിപത്യം ചെലുത്തും. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ വന്നതാണ്. ഇത് വിശ്വസിക്കാതിരുന്നാൽ നമ്മൾ കാഫിറോ മുബ്തദിയോ ഒക്കെ ആയി പോകും. വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമാണ്. അപ്പൊ ഇബ്ലീസ് എന്ന് പറയുന്ന ഈ ദുഷ്ടൻ എല്ലാ കാര്യത്തിലും നമ്മളെ പഴപ്പിക്കുവാനും നമ്മളെ വഴിമാറ്റി സഞ്ചരിപ്പിക്കുവാനും വേണ്ടി രാവും പകലുമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവൻ. അവൻ പഴപ്പിക്കുന്നത് എവിടെയാണ്? അതാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സുകളിൽ അങ്കലാപ്പുണ്ടാക്കുന്ന പണിയാണ് പിശാച് ചെയ്യുന്നത്. പുറത്തുകൂടെ വന്നിട്ട് നമ്മളെ അവൻ പഴപ്പിക്കാൻ വരൂല. നിസ്കരിക്കാൻ പോകുന്നയാളോട് നിസ്കരിക്കണ്ട എന്നവൻ പറയൂല. നോമ്പ് നോൽക്കുന്നവനോട് നോമ്പ് നോൽക്കണ്ട എന്നവൻ പറയൂല. പിന്നെ എന്താ പറയാ? നിസ്കരിക്കുന്നവനോട് കുറച്ചും കൂടി നിസ്കരിക്കാനാ പറയാ. നിസ്കാരം കുറച്ച് അധികരിപ്പിക്കുക, ദിക്ർ കുറെ അധികരിപ്പിക്കുക, ഖുർആനോത്ത് കുറെ അധികരിപ്പിക്കുക. അങ്ങനെയാണല്ലോ ശൈത്താന്റെ പണിയൊക്കെ. അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലെ പ്രധാന, ഈ പേര് പറഞ്ഞാൽ അറിയും, അതുകൊണ്ട് ഞാൻ പേര് പറയാതിരിക്കുന്നത്, അമ്പലത്തിലെ പ്രധാന പരിപാടിയൊക്കെ വെള്ളിയാഴ്ചയാണ്. എന്തുകൊണ്ടാ? മാപ്പിളാര് പള്ളിക്ക് പോയാൽ താത്താരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. അത് പറഞ്ഞിട്ട താത്താരെ അവിടെ വരിക. ഖുർആനോദാനും യാസീനോദാനും മൗലൂദോദാനും തന്നെയാണ് സ്വാമി പറയാ. അവിടുത്തെ പൂജാരി മൗലൂദോദാനും യാസീനോദാനും ഒക്കെ തന്നെയാണ് പറയാം. അതൊക്കെ പള്ളിക്കത്തെ മൗലിയരെ തന്നെ ഏൽപ്പിക്കാനും പറയും. അപ്പോൾ മൗലിയർക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. അപ്പോൾ മൗലിയർ അവിടെ പോയത് ഹറാമാണെന്ന് പറയൊന്നുമില്ല. മൗലിയർക്കും എന്തെങ്കിലും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മൗലിയരും അതിനെ എതിർക്കൂല. ഇതുപോലെയാണ് പിശാചിന്റെ പണി. അവൻ നമ്മളെ കൊണ്ട് ഖുർആനോദിപ്പിക്കും, അവൻ നമ്മളെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കും, അവൻ നമ്മളെ കൊണ്ട് നിസ്കരിപ്പിക്കും.
അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ മനസ്സുകളിൽ അങ്കലാപ്പുണ്ടാക്കിയിട്ട് നേരായ മാർഗത്തിൽ നിന്ന്, അള്ളാഹു അവന്റെ പ്രവാചകരും പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിപഴപ്പിക്കുക എന്നതാണ് പിശാചിന്റെ പണി. അത് മിനൽ ജിന്നത്തി വന്നാസ്. ആരാണ് ഈ ശൈത്താൻ? മിനൽ ജിന്നത്തി, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുകളുണ്ട്, വന്നാസി, മനുഷ്യവംശത്തിലുണ്ട് ഈ പിശാചുകൾ. മനുഷ്യന്മാരിലുണ്ട് ഈ ശൈത്താൻ എന്ന് പറഞ്ഞ സാധനം, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് പിശാച്, ശൈത്താൻ എന്ന് പറയുന്ന സാധനം. രണ്ടും ഒരേപോലെ എന്നല്ല, മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുന്നു, പിശാച് ജിന്ന് വംശത്തിൽപ്പെട്ട ശൈത്താനേക്കാൾ ഏറ്റവും അക്രമകാരി, അപകടകാരിയാണ്, ഏറ്റവും പഴപ്പിക്കുന്നത് മനുഷ്യവംശത്തിൽപ്പെട്ട ശൈത്താന്മാരാണ്. മനുഷ്യ ശൈത്താന്മാര് നമുക്കിടയിൽ അവരുണ്ടാവും, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അവരുണ്ടാവും. നമ്മളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ തന്നെ കാണാം, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, ഇത്ഹാഫുൽ ജമാഅ എന്ന് പറയുന്ന കിതാബിൽ ഒരുപാട് സനദ് ഉദ്ധരിച്ചിട്ട് പറയുന്ന ഒരു ഹദീസിൽ കാണാം, പിശാച് പള്ളിയിൽ വയല് പറയുന്ന കാലം വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. വയല് പറയുന്ന മൂലേര് ശൈത്താനാണോ എന്ന് പേടിക്കേണ്ട കാലം വരുന്ന അതി പറഞ്ഞു. ഈ മൂലേരും ആളുകളെ പഴിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചങ്ങലയ്ക്ക് ഭ്രാന്തായ ബാക്കിയുള്ളവർ താനേ ഭ്രാന്താവുമല്ലോ. നമ്മൾ പേടിക്കേണ്ടത് ഇതൊക്കെയാണ്. നമ്മളോട് വയല് പറയുന്നയാൾ ശൈത്താനല്ലെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ട് മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇത്തിബായിൽ നിന്ന്, നേരായ മാർഗത്തിൽ നിന്ന് അല്പം നമ്മളെ ഒന്ന് വഴിതെറ്റിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ ആ മൂലേര് പിശാചാണ്. അതാണ് ജിന്നത്തി വന്നാസ്. മനുഷ്യന്മാരിലുണ്ട് ഈ ശൈത്താന്മാര്, ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട് ഈ പിശാചുക്കള്. അവര് മനുഷ്യന്മാരെ പല രൂപത്തിൽ വഴിതെറ്റിപ്പിക്കും. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സുദീർഘമായി നമ്മുടെ ഇമാമുകൾ അത് വിവരിക്കുന്നുണ്ട്. വീട്ടിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്താൻ വേണ്ടി ഞാനൊരു ഉദ്ധരണി മാത്രം ഉദ്ധരിക്കുകയാണ്. ഞാൻ ആ പിശാചിൽപ്പെട്ടവനാണോ എന്ന് സ്വയം ഞാൻ പറഞ്ഞ, എന്നെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ആ പിശാചിന്റെ വലയിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കാനൊരു മാർഗമാണ് ഇമാം ഗസാലി തന്റെ ഇഹിയയിൽ രേഖപ്പെടുത്തുന്നത്. വമിൻ അബ്വാബിഹി ഹംദുൽ അവാമില്ലദീന ലം യുബാരിസുൽ ഇൽമ വലം യതബക്കറു ഫീഹി അല തഫക്കുരി ഫീ ദാത്തില്ലാഹി തആല വസിഫാതിഹി വഫി ഉമൂരില്ലാ യദ്രുഹാ ഹത്തുഖുലിഹി. പിശാച് മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന ഒരു മാർഗത്തിൽപ്പെട്ടാണ്, അവന്റെ കെണിവലകളിൽ, അവന്റെ വാതിലുകളിൽപ്പെട്ടതാണ് സാധാരണക്കാരായ ആളുകളെ അവൻ പ്രേരിപ്പിക്കുകയാണ്. അല്ലദീന ലം യുമാരിസുൽ ഇൽമ വലം യതബഖറു ഫീഹി. കുറച്ചൊക്കെ അവൻ കിതാബ് ഓതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ടാവാം, കുറെ കാര്യങ്ങളൊക്കെ വയല് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. പക്ഷെ വലം യതബഖറു ഫീഹി, അവൻ കടൽ സമാനമായ, പർവ്വത സമാനമായ ആഴത്തിലുള്ള അറിവുകളൊന്നും ഇസ്ലാമിനെ പറ്റി അവനില്ല. എന്തൊക്കെയോ കുറെ ധാരണകൾ ഇസ്ലാമിനെ പറ്റിയുണ്ട്. അങ്ങനത്തെ ആളുകളെ പിശാച് ചെയ്യുന്ന പണി എന്താ? അല തഫക്കുരി ഫീ ദാത്തില്ലാഹി തആല, അള്ളാഹുവിന്റെ ദാത്തിനെ പറ്റി ചിന്തിക്കാൻ അവന്റെ മനസ്സിനോട്, അവന്റെ മനസ്സിൽ യുവസ്വിസ്, പിശാച് അവന്റെ മനസ്സിൽ അങ്കലാപ്പുണ്ടാക്കും. അള്ള ആരാണ്? അള്ള എങ്ങനെയാണ്? അള്ളാഹ്ക്ക് കൈയുണ്ടോ? അള്ളാഹ്ക്ക് കാലുണ്ടോ? അള്ളാഹ്ക്ക് കണ്ണുണ്ടോ? മൂക്കുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പിശാച് അവനെ പ്രേരിപ്പിക്കും. വസിഫാതിഹി, അള്ളാഹുവിന്റെ ഗുണങ്ങളെ പറ്റിയും അവനെ ചിന്തിപ്പിക്കും. വഫി ഉമൂരില്ലാ യബ്ലൂഹാ ഹദ്ദുഖൂലിഹിം, അവന്റെ വിവരത്തിന്, അവന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത കാര്യങ്ങൾ അവനെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് പിശാച് ചെയ്യുക. അവനവന്റെ ബുദ്ധിയിൽ അത് ഒതുങ്ങൂല. ഓരോ മനുഷ്യന്മാരെ അല്ലാഹു തആല പടച്ചിരിക്കുന്നത് പല നിലവാരത്തിലാണ്, പല രൂപത്തിലാണ്. അവന്റെ നിലവാരത്തിന് ഒതുങ്ങാത്ത കാര്യങ്ങളെ പറ്റി അവൻ ചിന്തിക്കും. അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഹത്താ യുശക്കിഖഹും ഫീ അസ്ലി ദീനി, ദീനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവന് സംശയങ്ങൾ ഉണ്ടാവും. അടിസ്ഥാനപരമായി തന്നെ ഇസ്ലാമിക കാര്യങ്ങളിൽ അവന് സംശയമുണ്ടാക്കുന്ന ഏർപ്പാടാണ് പിശാച് മനുഷ്യനെ പഴിപ്പിക്കാൻ വേണ്ടി ചെയ്യുക. അയുഖയ്യിലു ഇലൈഹിം ഫില്ലാഹി തആല ഖയാലാത്തിൻ യതആലല്ലാഹു അൻഹാ യസീറു ബിഹാ കാഫിറൻ ഔ മുബ്തദിയൻ, അല്ലെങ്കിൽ പിന്നെ അവനെ ആ പിശാച് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ചില പ്രത്യേകമായ അവസ്ഥകൾ അവനിക്ക് ഉണ്ടാക്കി തീർക്കുക. അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹ്ക്ക് മുഖണ്ട്, വമാ സമീഅനാ ബിദിക്രി റഅസി, ബാക്കി എല്ലാ അവയവങ്ങളും അള്ളാഹ്ക്കുണ്ട്. അള്ളാഹ്ക്ക് ഫഖദ് തൊടയുണ്ട്, അള്ളാഹ്ക്ക് കോറാച്ചിയുണ്ട്, അള്ളാഹ്ക്ക് അണപ്പല്ലുണ്ട് എന്നതടക്കം അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ചില കിതാബുകളിൽ, വഹാബി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബുകളിൽ കാണാം.
അവരുടെ ആശയപരമായ അടിത്തറയിൽപ്പെട്ടതാണത്. അദ്ദേഹത്തിന്റെ അത്തൗഹീദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു ഈ പറഞ്ഞതൊക്കെ ഉണ്ട്. വഖാലു, അവര് പറയുന്നുണ്ട്, മാ സമീനാ ബിദിക്രി റഅസി, അള്ളാഹ്ക്ക് തലണ്ട് എന്ന് ഖുർആനിലോ ഹദീസിലോ കാണാനില്ല. ഇല്ലാത്ത നമ്മ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അള്ളാഹ്ക്ക് തലല്ല, ബാക്കി എല്ലാ അവയവങ്ങളുണ്ട് എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ഗഫൂർ ശുബ്ഹാത്തിലും അതേപോലെ തന്നെ ഒരുപാട് കിതാബുകളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹിനെ പറ്റി വേണ്ടാത്ത ചിന്തകൾ, നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത സാധന ഈ അള്ളാഹ് എന്ന് പറയുന്നത്. അള്ള എന്താണ് നമ്മൾ ആലോചിച്ചിട്ട് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ള ഉണ്ട് എന്ന് കണ്ടെത്തി കിട്ടിയാൽ തന്നെ വലിയ ഭാഗ്യം. അള്ളാഹു തആല ഈമാൻ പഴക്കാതെ നമ്മളെയൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ. യസീറു ബിഹാ കാഫിറൻ, അതിലൂടെ ആ മനുഷ്യൻ കാഫിറായി തീരും. ഔ മുബ്തദിയൻ, അല്ലെങ്കിൽ പഴച്ച വിശ്വാസിയായി തീരും. കാഫിറായി തീരുക എന്ന് പറഞ്ഞ ആരാണ്? 5 നേരം നിസ്കരിക്കുന്നവനാണ്, നോമ്പ് നോൽക്കുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്, ഹജ്ജ് ചെയ്യുന്നവനെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടോ. അല്ലാണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കാഫർ അല്ല ഈ പറഞ്ഞ കാഫർ. കാഫർ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തത് വിശ്വസിക്കുന്നവനാണ്. അവൻ 5 വക്തും സുബഹി നിസ്കരിച്ചാലും ആള് കാഫർ തന്നെയാണ്. നിസ്കാരം കൊണ്ടൊന്നും ഒരാൾ മുഅ്മിനാകൂല, വിശ്വാസത്തിലാ പ്രശ്നം. അവൻ അള്ളാഹുവിനെ പറ്റി വേണ്ടാത്തത് വിശ്വസിച്ചു, അങ്ങനെ അവൻ കാഫിറായി. അല്ലെങ്കിൽ ഔ മുബ്തദിയൻ, അല്ലെങ്കിൽ വിശ്വാസപരമായി പഴച്ച കാഫിറാകാത്ത വിശ്വാസമാണെങ്കിൽ തന്നെയും ഇസ്ലാമിക വൃത്തത്തോട് അകലുന്ന വിധത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ അവൻ അംഗമാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുബ്തദിയായി തീരും. വഹുവ ബിഹി ഫരിഹുൻ മസ്റൂറുൻ മുബ്തഹിജുൻ ബിമാ വഖഅ ഫീ സദ്രിഹി യദുന്നു ദാലിക ഹുവൽ മഅരിഫത്തു വൽ ബസീറത്തു വ അന്നഹു ഇൻകശഫ ലഹു അവന് വിചാരിക്കും, ഇതൊന്നും സുന്നി മൗലവിമാർക്ക് മനസ്സിലായില്ലല്ലോ, ഇതൊന്നും നമ്മുടെ പൂർവികരായ ആളുകൾക്ക് എന്റെ വിശ്വാസവും വിവരമൊന്നും കിട്ടിയില്ലല്ലോ. എന്താ ഈ പൂർവികർക്കൊക്കെ പറ്റിപ്പോയതൊക്കെ പഠിച്ചോരാ. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്നൊക്കെ ഇവൻ പ്രസംഗിക്കാനും ഇവൻ ചാടക്കാടിയിൽ ഇരുന്ന് പ്രസംഗിക്കാനും പറയാനൊക്കെ തുടങ്ങും. അവനിക്ക് ഇതൊക്കെ മനസ്സിലായത് അവന്റെ ബുദ്ധിന്റെ ആധിക്യം കൊണ്ടാണ് എന്നാണ് അവൻ വിചാരിക്കുക. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ അകപ്പതിച്ചു പോകും. എങ്ങനെ വന്നാൽ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ പിശാചിന്റെ കെണിവലകളെ പറ്റി ബോധമില്ലാതെ വന്നാൽ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. കുഫ്ർ വരാം, അല്ലെങ്കിൽ മുബ്തദിയായി പോകാം. എന്താണ് ഈ കുഫ്ർ? കുഫ്ർ എന്ന് പറഞ്ഞാൽ അദമു തസ്ദീഖുർ റസൂലി ഫീമാ ഉലിമ ബിൽദറൂറത്തി മദിയൂഹു ബിഹി, അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നതായിട്ട് അറിയപ്പെട്ട ഒരു കാര്യത്തെ, ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട കാര്യത്തെ നിഷേധിച്ചാൽ അവൻ കാഫിറാവും. അവൻ 5 വക്ത് നിസ്കരിച്ചാലും നോമ്പ് നോറ്റാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും ആള് കാഫിറാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ കൊണ്ടുവന്നതായിട്ട് അറിയപ്പെട്ട കാര്യം നിഷേധിക്കുന്നവനാണ് കാഫിർ. അല്ലാതെ ശബരിമല അയ്യപ്പനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവത്തിലോ വിശ്വസിക്കൊന്നും വേണ്ട ഒരാൾ കാഫിറാകണമെങ്കിൽ അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. 5 നേരം നിസ്കരിക്കുന്ന ആളുകളിലാണ് ഈ കാഫിര്യങ്ങൾ ഒരുപാടുണ്ടാവുക, വിശ്വാസപരമായ പഴവ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ വിശ്വാസത്തിന്റെ അടിത്തറയെ പറ്റി തന്നെ പ്രസംഗിക്കേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ തന്റെ തഫ്സീറിൽ കുഫ്റിന് പറഞ്ഞ നിർവചനമാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഇനി മുബ്തദി എന്ന് പറഞ്ഞ ആരാ? നബിദിനം ആഘോഷിച്ചത് കൊണ്ടോ, വെള്ളിയാഴ്ച 2 ബാങ്ക് കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സുബൈക്ക് കുനൂത്ത് വാദിയത് കൊണ്ടൊന്നും ഒരാൾ മുബ്തദി ആവൂല. അതൊക്കെ പൊട്ടത്തരാ. അങ്ങനെയും പറയുന്നവരുണ്ട്. നമ്മുടെ മദ്രസയിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അന്തല്ലാഞ്ഞിട്ടാണ്, അതിനൊന്നും നമ്മളാളല്ല. അതുകൊണ്ടൊന്നും ഒരാൾ മുബ്തദി ആവൂല. കുനൂത്ത് ഓതാത്തവർക്ക് മുബ്തദി ആകുകയാണെങ്കിൽ അനഫികളൊക്കെ പണ്ടേ മുബ്തദി ആവണം. കുനൂത്ത് ഓതാത്തത് കൊണ്ട് മുബ്തദി ആവൂല. സമയം എന്തെങ്കിൽ ഷാഫി മദ്ഹബുകാർക്ക് തന്നെ അത് സുന്നത്തേ ഉള്ളൂ, ഒഴിവാക്കി ഒരു കുറ്റം കിട്ടില്ല. അത്ര വാജിബായ ഒരു കാര്യമൊന്നുമല്ല ഈ കുനൂത്ത് എന്ന് പറഞ്ഞത്, വാജിബോ പറഞ്ഞൊന്നുമല്ല. അപ്പോ നമ്മൾ പിന്നെ ആരാണ് മുബ്തദി? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി നിങ്ങൾ തന്റെ ഫത്ഹുൽ ബാരിയിൽ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദക്കെതിരിൽ, വിശ്വാസ സരണിക്കെതിരിൽ പുതിയതായി വല്ലതുമൊക്കെ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുബ്തദിയാകുക എന്ന് ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണാത്ത ഇബ്ലീസ് വലിയ അപകടകാരിയാണ്. കാണുന്ന ഇബ്ലീസിനെ പിന്നെ നമുക്ക് കാണുമ്പോൾ അതനുസരിച്ച് ചെയ്യാം. ഇത് കാണാത്ത ഇബ്ലീസിനെ നമ്മൾ എപ്പോഴും പേടിക്കണം. അവൻ നമ്മളെ കാണുന്നുണ്ട്, അവന്റെ അനുയായികൾ നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ അവൻ വഴി പഴിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് അത് കണ്ടിട്ട് അവൻ സുഖിക്കുന്നുണ്ട്, അവൻ ആനന്ദിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ സദസ്സിൽ ഒരാൾ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചു, ഹദീസുകളിൽ കാണാം.
ബിസ്മി അല്ലാതെ അയാൾ ഭക്ഷണം കഴിച്ചു, കുറേ തിന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ ബിസ്മി ചെല്ലിയിട്ടില്ല. അപ്പം അയാൾ എന്ത് ചെയ്തു? ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു അയാൾ അപ്പം പറഞ്ഞു. ഇത് പറഞ്ഞ വഴിക്ക് റസൂലുള്ളാഹി ഞങ്ങൾ അടിച്ചിരുത്താൻ തുടങ്ങി. വല്ലാത്ത ചിരി, രണ്ടണപ്പല്ലുകൾ കാണുമാറ് റസൂലുള്ളാഹി ഭയങ്കര ചിരിച്ചിരിച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ, ബാക്കിയുള്ളവർക്ക് കഥയൊന്നും അറിയില്ല, ഇയാൾ ബിസ്മി ചെല്ലാതിരുന്നതും ചെല്ലിയതൊന്നും ഇവരെ അറിയില്ലല്ലോ, അല്ലാണ്ട് റസൂലിന് ഇതറിയാം. റസൂലുള്ളാഹി ഞങ്ങൾ ചിരിച്ചു കണ്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്താ അത്ര മാത്രം ചിരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു? അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇവൻ തുടക്കത്തിൽ ബിസ്മി ചെല്ലിയില്ല, അവന്റെ കൂട്ടത്തിൽ ഇബ്ലീസ് ശൈത്താൻ ഇരുന്ന് തിന്നായിരുന്നു. അങ്ങനെ അവൻ ഓർമ്മ വന്നപ്പോ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് പറഞ്ഞതോടുകൂടെ അതുവരെ തിന്നത് മുഴുവൻ പിശാച് ഛർദ്ദിച്ചിട്ട് ഒന്നായിട്ട് അവന്റെ വായിലൂടെ പൊട്ടുന്നത് ഞാൻ കണ്ടുപോയി, അതുകൊണ്ട് തിരിച്ചതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതുപോലെ നമ്മുടെ കൂടെ തിന്നാൻ അവന് കഴിയും, നമ്മളിത് കാണൂല. അള്ളാഹുവിന്റെ പ്രവാചകരുടെ മുമ്പില് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ മൗലൂദിലും സദസ്സുകളിലൊക്കെ ചീരിനിന്നും പറഞ്ഞ് ഈത്തപ്പഴോ ലഡോ ജിലേബിയൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ കുറച്ച് നേരത്തെ യാസീൻ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ കൊണ്ടുവന്ന് വെക്കല നമ്മുടെ നാട്ടിലേക്ക് പതിവ്. അപ്പോൾ കുട്ടികൾക്ക് ഇത് സഹിക്കില്ല. കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ എളുപ്പമാവുന്ന എടുക്കും. അത് കുട്ടികളെടുക്കല്ല, അല്ലാണ്ട് റസൂലിന്റെ മുമ്പിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി ഞങ്ങളുടെ മുമ്പിൽ ഇതേപോലെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു കുട്ടി ഓടി ചെന്നിട്ട് അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ റസൂലുള്ള കയ്യിൽ പിടിച്ചു. റസൂലുള്ളാഹി കുട്ടിന്റെ കയ്യിൽ പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഒന്നെടുത്തിട്ട് കുട്ടിന്റെ കയ്യിൽ കൊടുത്തു. കാരണം ഇബ്ലീസിന് കിട്ടണം, അതിന് ഈ കുട്ടി ബിസ്മി അല്ലാതെ തിന്നണം ആദ്യം, എന്നാലേ ഇബ്ലീസിന് കിട്ടേണ്ട ഓഹരി ചെയ്താലും കിട്ടുള്ളൂ. അപ്പൊ അതിന് കുട്ടിനെ ഇറക്കി പുറപ്പെടുവിച്ച് വിട്ടാൽ അവിടെ ഇരിക്കുമ്പോൾ ചെയ്താലേ കിട്ടൂല, ആരെങ്കിലും ബിസ്മി അല്ലാതെ തിന്നണം. അപ്പൊ ഈ കുട്ടി ഇറക്കി പുറപ്പെടുവിച്ച് വിട്ടാക്കുന്നത് ആരാ? പിശാചാണ്. ഈ ശൈത്താൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണം. അവന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു തആല ഇതുപോലെ നമുക്ക് കാണാത്ത കുറെ ആളുകളെ നമ്മളെ സഹായിക്കാനും ഒന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണൂല അവരെ, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി, പഴിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസും അവന്റെ അനുയായികളും ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടുമ്പോ, ഒറ്റപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ നമ്മളെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല വേറെ ചില ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അള്ളാഹിന്റെ പതിവ് നമുക്കറിയാലോ. അല്ലാഹു തആല നേരിട്ട് ഒരാളെ മരിപ്പിക്കാറില്ല, അല്ലാഹു നേരിട്ട് മഴ പെയ്യിപ്പിക്കാറില്ല, അല്ലാഹു നേരിട്ട് ജനിപ്പിക്കാറില്ല. എന്നാ അതൊക്കെ ചെയ്യുന്നത് ആരാ? അല്ലാഹു അറിയാതെ ഒന്നും നടക്കൂല. അല്ലാഹു അറിയാതെ ഒരു മരത്തിന്റെ പഴുത്ത ഇല പോലും വീഴൂല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മള്. അല്ലാതെ ഒന്നും ഇവിടെ നടക്കൂല. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും തന്റെ കയ്യിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത്, മരിച്ച ശേഷമല്ല, ജീവിച്ചിരിക്കുമ്പോൾ പോലും തന്റെ ചെറുവിരൽ നിവർത്തിയ ചെറുവിരലൊന്ന് മടക്കാനോ മടക്കിയ ചെറുവിരൽ നിവർത്താനോ അള്ളാഹുവിന്റെ പ്രവാചകർക്ക് കഴിയില്ല, അള്ളാഹു കഴിവ് കൊടുത്താലല്ലാതെ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ ഈമാൻ അങ്ങനെയാ. അതേ ഉള്ളൂ, അള്ളാഹ് കൊടുക്കാതെ ഒരാൾക്ക് ഒരു കഴിവും കിട്ടൂല. പക്ഷേ മഴ പെയ്യിപ്പിക്കാൻ ഒരാളെ അള്ള ഏൽപ്പിച്ചു. ഇടി, പിന്നെ കാറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അള്ള വേറെ ആളെ ഏൽപ്പിച്ചു. റൂഹിനെ പിടിക്കാൻ അല്ലാഹു തആല ഒരു മലക്കിനെ ഏൽപ്പിച്ചു. വഹി കൊണ്ടുപോയി കൊടുക്കാൻ അള്ള ഒരു മലക്കിനെ ഏൽപ്പിച്ചു. ഇതൊക്കെ അള്ളാഹ്ക്ക് കഴിയാഞ്ഞിട്ട് ഏൽപ്പിച്ചൊന്നുമല്ല, അത് അള്ളാഹിന്റെ പതിവാണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ പതിവുകൾ, ആ പതിവുകൾ മാറ്റപ്പെടുകയില്ല, അങ്ങനെ തന്നെ ഉണ്ടാകുക. അതുകൊണ്ട് ആ ബദറിൽ അല്ലാഹു തആല 5000 മലക്കുകളെ ഇറക്കി സഹാബാക്കളെ സഹായിച്ചത് അള്ളാഹ്ക്ക് സഹായിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. അതേപോലെ ഒരുപാട് സഹായികൾ നമുക്കുമുണ്ട്. പിശാചിനെതിരിൽ, ഈ ദുഷ്ടന്മാർക്കെതിരിൽ, ഈ മനുഷ്യരെ ഉപദ്രവിക്കുന്ന പിശാചുക്കൾക്കെതിരിൽ അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അതാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്റിലൂടെ പഠിപ്പിക്കപ്പെട്ടതും അതേ കാര്യം തന്നെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, റവത്ത് തബറാനിയു വൽ ഹാകിമു വൽ ബസ്സാറു വഅബൂ അവാനത അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബറാനിയും ഹാകിമും ബസ്സാറും അബൂ അവാനത്തും ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കാല ഇദാ വല്ല അഹദുക്കും ഷൈഅൻ, നിങ്ങൾ ആരെങ്കിലും ഔ അറാദ ഔനൻ വഹുവ ബിഅർദിൻ ലൈസ ഫീഹാ അനീസ്, ഏതെങ്കിലും അപരിചിതമായ അല്ലെങ്കിൽ മനുഷ്യന്മാരില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത എവിടെയെങ്കിലും പോയിട്ട് ഒരാൾ കുടുങ്ങി, അവൻ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ അവന്റെ വല്ലതും നഷ്ടപ്പെട്ടു പോയി, അവൻ സഹായിക്കാൻ ആളില്ലാത്ത ഒരു പ്രയാസത്തിൽ പെട്ടുപോയാൽ, അവൻ ആരും സഹായിക്കാൻ അവിടെ ഇല്ല എന്ന് ഉറപ്പായാൽ ഫല്യഖുൽ, അവൻ പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫല്യഖുൽ,
അവിടെ അവൻ ചെയ്യേണ്ട വാക്ക്, അവിടെ പറയേണ്ട വാക്ക് യാ ഇബാദല്ലാഹി അഗീസൂനി വഫീ റിവായത്തിൻ അഈനൂനി. അല്ലാഹുവിന്റെ അടിയാറുകളെ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാറുകളെ, അല്ലാഹുവിന്റെ അടിമകളായ മലക്കുകളെ, ജിന്നുകളെ, മനുഷ്യരെ, ആരും ആവട്ടെ, ഇവൻ കാണൂലല്ലോ. അല്ലാഹുവിന്റെ അടിയാറുകളെ, അഈനൂനി, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ. വഫീ റിവായത്തിൻ അഈനൂനി, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ എന്നവൻ വിളിച്ചു പറയട്ടെ. അല്ലാഹു റസൂൽ പറയാ ഫഇന്ന ലില്ലാഹി ഇബാദൻ, അല്ലാഹുവിന് ചില അടിയാറുകളുണ്ട്, ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില വളണ്ടിയർമാരുണ്ട്. ലാ തറൗനഹും, ഇബ്ലീസിനെ നിങ്ങൾ കാണാത്തതുപോലെ ഇവരെയും നിങ്ങൾ കാണൂല, പക്ഷെ അവർ നിങ്ങളെ കാണും, അവർ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തങ്ങൾ വഴി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഇദൻ ഫലതത്ത് ദഅബത്തു അഹദിക്കും ബിഅർദിൻ ഫലാത്തിൻ. ആരുടെയെങ്കിലും ഒട്ടകമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന കഴുതയോ യാത്ര ചെയ്യുന്ന കുതിരയോ മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. അവന് നാട്ടിലേക്ക് എത്താൻ, യാത്ര ചെയ്യാൻ ഇനി കഴിയില്ല. മരുഭൂമിയിൽ കിടന്ന് വെന്തുരുകി ചാവേണ്ട അവസ്ഥയാണ് അവനുള്ളത്. അവനെ സഹായിക്കാൻ ആരുമില്ല. അവിടെ പെട്ടുപോയത് ആരും അറിയില്ല വിചാരിച്ചിട്ട് ആരും അവനെ സഹായിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫൽയുനാദി, അവൻ വിളിച്ചു പറയട്ടെ, യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ, യാ ഇബാദല്ലാഹി ഇഹ്ബിസൂ. അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ എൻ്റെ ഒട്ടകത്തെ, എൻ്റെ കഴുതയെ, എൻ്റെ ആ കുതിരയെ നിങ്ങൾ പിടിച്ചു വെക്കണേ, എന്നെ സഹായിക്കണേ എന്ന് അവരോട് നിങ്ങൾ എന്ന് വിളിച്ചു പറയണം. നിങ്ങൾ അല്ലാഹുവിന് എല്ലാ നാടുകളിലും ചില ആളുകളുണ്ട്, ചില സന്നിഹിതരായവരുണ്ട്. അവരതിനെ പിടിച്ചു വെച്ചോളും, നിന്റെ മുമ്പിലേക്ക് അത് എത്തിച്ചോളും. ആ മൃഗത്തെ നിന്റെ മുമ്പിലേക്ക് അവർ തെളിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ നീ പോകുന്ന വഴിയിൽ ആ മൃഗം ഉണ്ടാവും എന്ന് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിന്റെ 201-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു സുന്നി അമൽ യൗമി വൽ ലൈല എന്ന് പറയുന്ന കിതാബിലും ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല പല നിലയ്ക്കും പല രൂപത്തിലും നമ്മളെ സഹായിക്കും. അത് ഏതൊക്കെ രൂപത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവൂല, നമ്മൾ കാണൂല. പല രൂപത്തിലായിരിക്കും അല്ലാഹുവിന്റെ സഹായം നമുക്ക് വരിക. അല്ലാഹു നമ്മളെ എല്ലാ നിലയ്ക്കും എപ്പോഴും സഹായിക്കുമാറാവട്ടെ. നമ്മൾ കാണാത്തവരാണ് നമ്മളെ പലപ്പോഴും സഹായിക്കുക. അതാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നതും, ثم انزل الله سكينته على رسوله وعلى المؤمنين. അല്ലാഹു തആല അവന്റെ സഹായം അവന്റെ പ്രവാചകർക്കും സത്യവിശ്വാസികൾക്കും ബദറിൽ ഇറക്കി കൊടുത്തതിനെ പറ്റി പറയുന്നത്, വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെയാണ് അല്ലാഹു അവിടെ ഇറക്കി കൊടുത്തത്. നിങ്ങൾ ആ സൈന്യത്തെ കാണൂല, പക്ഷെ അല്ലാഹു അവരെ കൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത്. വഅൻസലല്ലാഹു സകീനതുഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യത്തെ കൊണ്ടാണ് അല്ലാഹു തആല അവന്റെ സഹായം നിങ്ങൾക്ക് നൽകിയത് എന്ന് തുടർന്ന് വീണ്ടും അല്ലാഹു തആല പറയുന്നതും തൗബ സൂറത്തിലെ 40-ാമത്തെ ആയത്തിലൊക്കെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ, നമ്മളെപ്പോഴും നമ്മുടെ ഈമാൻ പഴിച്ചു പോകുന്നത്, ഇബ്ലീസ് നമ്മളെ വഴി പഴിപ്പിക്കുന്നത് ജാഗ്രതയോടുകൂടെ നമ്മൾ കാണുക. നമ്മുടെ ബുദ്ധിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് സത്യം കണ്ടെത്താൻ കഴിയും, വേറെ ആവശ്യമൊന്നുമില്ല. അള്ളാഹെ തിരിയാൻ, ദീൻ തിരിയാൻ നമ്മുടെ ബുദ്ധി മതിയെങ്കിൽ പിന്നെ എന്തിനാ അല്ലാഹു തആല 1,24,000-ത്തിലധികം പ്രവാചകന്മാരെ ഒരു 7,000-8,000 കൊല്ലത്തിന്റെ ഇടയിൽ അയച്ചത്? നമ്മുടെ ബുദ്ധി കൊണ്ടൊന്നും അത് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒന്നുകിൽ കാഫിറാകും, അല്ലെങ്കിൽ മുബ്തദിയാവും. ദീന് കിട്ടണമെങ്കിൽ അല്ലാഹും റസൂലും പറഞ്ഞത് പഠിക്കണം. അല്ലാഹുവിന്റെ ദീനെന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയിൽ നിന്നാ പഠിക്കേണ്ടത്, അല്ലാഹുവിന്റെ പ്രവാചകരിൽ നിന്നാ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകരിലൂടെ കിട്ടിയതാണ് ദീനെന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നതിനാണ് ഈമാൻ. തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ വിശ്വസിക്കാന്നല്ല അർത്ഥം. ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുർ റസൂലി ഫീമാ ജാഅ ബിഹി അൻ റബ്ബിഹി. അല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നതൊക്കെ അംഗീകരിക്കലാണ് ഈമാൻ എന്ന് പറയുന്നത്. അതിനാണ് വിശ്വാസം എന്ന് പറയാം. അല്ലാതെ അല്ല ഈമാനും അന്തുമിന ബില്ലാഹി മലായികത്തി എന്ന് പറഞ്ഞാൽ പോരാ. ഈമാന്റെ നിർവചനം എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളെ അംഗീകരിക്കലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ കൊണ്ടുവന്നതാണ് ദീന്.
അത് അതേപോലെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ഈമാൻ ശരിയാവും. നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തക്കും നമ്മുടെ അറിവിനും അനുസരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മുക്കും മൂലയൊക്കെ മുറിച്ചു കൂട്ടാൻ നിന്നാൽ നമ്മളൊക്കെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും. നമ്മൾ കാഫറായി ചാവേണ്ടി വരും. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരിയായ ഈമാനും ശരിയായ വിശ്വാസവും നൽകി നമ്മളെയൊക്കെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ സമുദായത്തെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم واغفر لنا ولوالدينا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. ബഹുമാനികളെ, അള്ളാഹു തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നമ്മളെ ഈ പ്രാവശ്യം 60-70 വയസ്സുള്ള ആളുകളൊക്കെ പറയുന്ന അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു ചൂടും ഇങ്ങനെയൊരു ഉഷ്ണവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് വയസ്സന്മാരൊക്കെ പറയുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേകമായ ചൂടും പ്രയാസവും കൊണ്ട് അള്ളാഹു തആല നമ്മളെ ഒരുപാട് പരീക്ഷിച്ചെങ്കിലും ഇന്നലെ നമുക്ക് സമൃദ്ധമായി മഴ അള്ളാഹു തആല നമുക്ക് നൽകുകയും നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മാറി ഭൂമിയെ അള്ളാഹു തആല തണുപ്പിക്കുകയും ചെയ്തു. അള്ളാഹു തആല ഇനിയും ഈ അനുഗ്രഹം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അള്ളാഹു നമ്മളെ അവൻ്റെ റഹ്മത്തിനെ തൊട്ട് തടയാതിരിക്കുമാറാവട്ടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മുടെ 25 വർഷത്തിലധികം നമ്മൾ ഒന്നുണ്ടാക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന കുഴൽക്കിണർ നമുക്ക് വെള്ളം കിട്ടാതെ നഷ്ടപ്പെട്ടു പോയി. തുള്ളി വെള്ളം ആ കിണറിലില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് മോട്ടർ കത്തിപ്പോയി. വെള്ളം ശരിയാച്ചിട്ടാണല്ലോ നമ്മൾ മോട്ടർ സ്വിച്ച് ഇടുന്നത്. വെള്ളം ചാടുമ്പോൾ ടാങ്ക് നിറയുമ്പോഴാണല്ലോ നമ്മൾ ഓഫാക്കൽ. ഇത് ടാങ്ക് നിറഞ്ഞുമില്ല, സ്വിച്ചിട്ട ആൾ കൊണ്ടത് ഇട്ടൊന്നും ഓർമ്മയില്ല. അതായത് മോട്ടർ കത്തിക്കഴിഞ്ഞ് പോയി. പിന്നെയാണ് പുതിയ മോട്ടർ കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോൾ അറിയണത് ഇതിനുള്ളിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വരാത്തത്. ഏതായാലും നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഇവിടെ കുളമില്ല, കിണർ വേറെല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു കുഴൽക്കിണർ വേറെ മുറ്റത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ യഥേഷ്ടം വെള്ളമുണ്ട്. 205 അടിയോ 210 അടി എന്തോ താങ്ങത്തുള്ളൂ. 100 അടിയിൽ തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അള്ളാഹു തആല ആ പ്രതീക്ഷ നിരാശയാക്കാതെ അള്ളാഹു തആല ഒരുപാട് കാലം കാലാകാലം ആ വെള്ളം അള്ളാഹു തആല നമുക്ക് നല്ല വെള്ളമാക്കി നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് ചെലവ് നമുക്കിപ്പോൾ അതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ. ഇല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ നടക്കൂല. നമ്മുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം, മഹലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായി വളരെ ചുരുങ്ങിയ വരുമാനമുള്ളൊരു പള്ളിയാണ്. ഇത്രയും ചുരുങ്ങിയ വരുമാനമുള്ളൊരു പള്ളിയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ആ വരുമാനം കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റുമല്ല. എനിക്ക് അങ്ങനത്തെ ഇതിലാണ് താല്പര്യം. നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയൂല. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുമാനം വളരെ കുറവാണ്. മഹല്ല് കമ്മിറ്റിക്കായാലും മൂലയിലേക്കായാലും മുപ്പിരിക്കായാലും ചെറിയ വരുമാനം ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിണർ കുത്താൻ വന്ന ആളോട് ഇവിടെ വരുമാനം കുറവാന്ന് പറഞ്ഞാൽ അണ്ണന്മാർ തിരിച്ചു പോകില്ല. ആ പൈസ കൊടുക്കണം, മോട്ടറിൻ്റെ പൈസ കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് ചിലവ് നമുക്കുണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സഹോദരൻ 30,000 രൂപ, അതെ 40,000 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യ പടുത്ത ആണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു തആല സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ. വേറെ 2 സഹോദരന്മാർ 10,000 രൂപ അതിലേക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ 1-2 ആൾ 1,000 രൂപ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഏതായാലും നമ്മൾ ആ കിണറിലെ വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അള്ളാഹു തആല അതിൻ്റെ ബർക്കത്ത് ആ പൈസ തന്നവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പഴയ മോട്ടർ ഒരാൾ 10,000 രൂപ, 1-2 ആൾ 1,000 രൂപ ഇതും നൽകിയിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുക്കുമാറാവട്ടെ. ഈ വെള്ളത്തിൽ നിന്ന് കാലാകാലം ആ വെള്ളം നിലനിൽക്കട്ടെ. ആ നിലനിൽക്കുന്ന കാലത്തോളം കുളിക്കാനും പൊതുണ്ടാക്കാനും മറ്റുമായി ആ വെള്ളം ഉപയോഗിക്കുന്നവർക്കൊക്കെ നൽകപ്പെടുന്ന ഒരു പ്രതിഫലം അള്ളാഹു തആല അവരുടെ മരിച്ചുപോയവരുടെ ഖബറുകളിലേക്കും അവരുടെ കുടുംബത്തിലേക്കും അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത് നമുക്ക് ആ പഴയ മോട്ടർ നേരാക്കിയിട്ടുണ്ട് അല്ലേ? ഇല്ല, പഴയ നേരാക്കാൻ കഴിയില്ല. ആ മോട്ടറിന് നേരാക്കാൻ പറ്റാത്ത വിധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കിണർ CKP മദ്രസയിൽ കുഴൽക്കിണർ അടിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആ കിണറിലൊരു മോട്ടർ വെക്കൽ ഇപ്പോഴെങ്കിലും നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്കൊരു മോട്ടർ വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കാം. വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങളോട് പരസ്യമായി പറയാൻ പറ്റില്ല. വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ വളരെ പ്രയാസമുണ്ട്. ചെറിയ പ്രയാസമൊന്നുമല്ല. ഞാൻ അവിടെ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ വൈകുന്നേരം ഞാൻ അവിടെ ചെലവഴിക്കുന്നുണ്ട്. കുട്ടികൾ 10-25 കുട്ടികളുണ്ട്. അവർക്ക് മൂത്രമൊഴിക്കേണ്ടി വരും.
ഒന്ന് ദാഹിച്ചാൽ കുടിക്കേണ്ടി വരും. അതിനുള്ള സൗകര്യം ഇല്ലായ്മ എന്നത് വലിയ ഒരു പ്രയാസം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതൊന്ന് ശരിയാക്കിയെടുക്കൽ വളരെ അത്യാവശ്യമാണ്. ഫർളാണ്, സുന്നത്തല്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഈ കൂട്ടത്തിൽ അതിലും കൂടി ഒന്ന് നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം എല്ലാവരും കഴിവിൻ്റെ പരമാവധി ആകുന്നവർ ഇപ്പോൾ 10,000 20,000 ഒക്കെ കൊടുത്തതുപോലെ 40,000 ഒക്കെ കൊടുത്ത പോലെ നമുക്കും കഴിയുന്നത് എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. ഒരാൾ റസൂലുള്ളാഹി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ എൻ്റെ ഉമ്മ മരിച്ചുപോയി, എൻ്റെ ഉമ്മാൻ്റെ മരണം പെട്ടെന്നായിരുന്നു നബിയെ, എൻ്റെ ഉമ്മ ജീവിച്ചിരുന്നുവെങ്കിൽ